C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ എന്ത് ഭാവിച്ചാനു? ഞാൻ നിന്റെ ഭർത്താവാ. നീ ആരുടെ മകളായ എനിക്കെന്താ? നീ എന്റെ ഭാര്യ. നിങ്ങൾ വിവാഹം ചെയ്തത് ശങ്കരമംഗലത്ത് നന്ദന്റെയും സംഗീതയുടെയും മകളെയാ, അല്ലാതെ ഒരു അനാഥ പെണ്ണിനെ അല്ല. ഞാൻ നന്ദന്റെയും സംഗീതയുടെയും മകളല്ല. ആ നിലയ്ക്ക് എനിക്ക് നിങ്ങളുമായുള്ള ബന്ധവും തീർന്നു. ഒച്ച വെച്ചിട്ട് കുഞ്ഞിനെ ഭയപ്പെടുത്തല്ലേ. എന്നെ തടയാനും ശ്രമിക്കണ്ട. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. എന്റേതല്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുക. എന്റെ കുഞ്ഞിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. പിന്നെ അകത്ത് നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാല അഴിച്ചു വെച്ചിട്ടുണ്ട്. നീ അവിവേകം ഒന്നും കാണിക്കരുത് അനു. ഞാനിപ്പോ അനു അല്ല, കൺമണി. അതാ എന്നെ പ്രസവിച്ച എന്റെ അമ്മ എനിക്കിട്ട പേര്. ഈ വീട്ടുകാര് ചാർത്തി തന്ന പേരും ഞാനിവിടെ ഉപേക്ഷിക്കുക. അനു മോനെ, അവള് വല്ല അവിവേകവും കാണിക്കും. ഒന്ന് ചെല്ലു മോനെ. അവളെ തടയാൻ ആർക്കും കഴിയില്ല. അവള് മറ്റൊരാളായി മാറിക്കഴിഞ്ഞു. മോനെ, അവള് കൊണ്ടുപോയ കുഞ്ഞ് സംഗീതയുടെയാ. അതിനെന്തിനാ അവള് കൊണ്ടുപോന്നേ? മോനെ, അവള് വൈകിയുടെ അടുത്തേക്കാ പോയെ. നോക്കി നിൽക്കാതെ നീ പോയി കുഞ്ഞിനെ തിരിച്ചു വാങ്ങ്. പോ മോനെ. ദേ, എന്റെ മോളെ ഒരു വെട്ടിയാക്കരുത്. നീ പോ മോനെ. പോ മോനെ. മോനെ, സംഗീതയ്ക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടരുത്. ചെല്ല് മോനെ, ഒന്ന് ചെല്ല്. ദൈവമേ, ഞാൻ ഭയന്നതുപോലെ സംഭവിച്ചല്ലോ. മോളെ, അനു, ഞാൻ പറയുന്നൊന്ന് കേക്കനു. അനു, ഞാനൊന്ന് പറയട്ടെ. നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? ഇത് റോഡാ. നിങ്ങൾ വഴി തടഞ്ഞാലേ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. നിങ്ങൾ എനിക്കറിയില്ലെന്നാവും പറയാ. ഇത്ര വേഗം ഞാൻ നിനക്ക് ആരും അല്ലാത്തവനായല്ലേടി. ഇന്നലെകൾ മറന്നു കളയാൻ പെണ്ണിനെ കഴിഞ്ഞ ആരും ഉള്ളൂ. മരിച്ചുപോയ ആൾ പിന്നെ ആരാവാനാ? അനു മരിച്ചുപോയി.
ഒരു പ്രതീക്ഷയും വേണ്ട സംഗീതേ. ഇനി നമ്മൾ ആരും അവളെ കാണാനും പോകുന്നില്ല. മോനെ, അവളെ കണ്ടോ മോനെ? അവളൊരു ഓട്ടോയിൽ കയറിപ്പോയി. നിന്റെ കുഞ്ഞു പോയല്ലോടി കഴിവ് കേട്ടവളെ. വളർത്തിവിട്ടതിന്റെ പ്രതിഫലവും തന്ന് അവളങ്ങ് പോയി. 20 വർഷത്തിന് ശേഷം ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിനെയും കൊണ്ട് അവള് പോയി. ഇനി സംഭവിക്കാൻ പോകുന്നതേ, വൈഗ അവളെയും കുഞ്ഞിനെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവും. ഇതുപോലുള്ളൊരു പമ്പര വീട്ടി എന്റെ വയറ്റി വന്ന് പിറന്നല്ലോ ദൈവമേ. കണ്ടവരുടെ കുഞ്ഞിനെ സ്വന്തമെന്ന് കരുതി വളർത്തിയാൽ ഇതാടി സംഭവിക്കാൻ പോകുന്നത്. അന്ന് നീ ആ കുഞ്ഞുമായി ഈ നാട്ടിൽ വന്നപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. അപ്പൊ നീ നന്ദന്റെ വാക്കിലങ്ങ് മയങ്ങി. ഇതിനു മുമ്പേ അവകാശം വരുമെന്ന് ഞാൻ കരുതിയതാ. അറിഞ്ഞു വെച്ചിട്ടല്ലേടി നീ നിന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തത്. അനുഭവിക്കേ. ഭൂമിയിൽ ഒരമ്മയെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? നീ ഒരുത്തി ഇനിയുള്ള കാലം കണ്ണീരൊഴുക്കി കഴിയാനുള്ള വിധി ഉണ്ടാക്കി വെച്ചത്. വിപിൻ, അവള് പോയത് എവിടേക്കാണെന്നൊന്നും അറിയണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയെ കരുതി മാത്രമാ. ഇതാണോ നിങ്ങൾ കാണുന്ന നന്മ? പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കേണ്ടതല്ലേ ഭാര്യ ഭർത്തൃബന്ധം? ഒരിക്കലെങ്കിലും ഒരു ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിരുന്നു, വിവരമില്ലാത്തവള്. ഒരു സ്ത്രീ അവർക്ക് അവകാശപ്പെട്ടത് കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോ അത് എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല? സത്യത്തിൽ നിങ്ങളല്ലേ ചതിക്കിരയായത്? എത്ര വട്ടം നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞാൻ ചോദിച്ചു. ഉത്തരം മുട്ടുമ്പോ നിങ്ങൾ എന്റെ നേരെ കൈ ഉയർത്തി. നിങ്ങൾ എന്നോട് ചെയ്ത രണ്ടാമത്തെ വിശ്വാസവഞ്ചന അതായിരുന്നു. ഭാര്യയെ കുഞ്ഞിനെ പോലെ നോക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് ആവശ്യമില്ല. നിങ്ങളുമായുള്ള ബന്ധം ഞാൻ ഒഴിഞ്ഞു തരാം. ഇനി മേലാൽ നിങ്ങൾ എന്റെ പിന്നാലെ വരരുത്. നിൽക്ക്. നീ അവസാനിപ്പിച്ച് പൊയ്ക്കോ. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിൽ എന്തവകാശമാ നിങ്ങൾക്കുള്ളത്? കുഞ്ഞിന്റെ കാര്യത്തിൽ ഏത് വഴിക്ക് പോയാലും അന്യനാ നിങ്ങള്. ഞങ്ങള് സ്നേഹിച്ച് ജീവിച്ചു തുടങ്ങിയതിനെ പറ്റി എനിക്ക് നിന്റെ അച്ഛനെയും നിന്നെയും നഷ്ടപ്പെട്ടതിന് ശേഷം
ഞാൻ കടന്നുപോയ വഴികളെപ്പറ്റി എല്ലാം അമ്മ നിന്നോട് പറയാം. അപ്പൊ നിനക്ക് മനസ്സിലാവും അമ്മ അനുഭവിച്ച അഗ്നി പരീക്ഷകൾ. സംഗീതയും വിപിനും കരുതുന്നത് ഞാനെന്തോ മഹാ അപരാധം ചെയ്തു എന്നാ. സ്വന്തം മകള് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ അനാഥയെ പോലെ കഴിയുന്ന ഒരു അമ്മയ്ക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? മക്കളെന്ന് പറയാൻ ഒന്നുകൂടി ഉണ്ടെങ്കിൽ വേണ്ടില്ല. ആശ്വസിപ്പിക്കാൻ ഭർത്താവോ ബന്ധുക്കളോ എനിക്കില്ല. എന്റെ മകള് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോ ആദ്യം ഞാൻ ചെയ്തത് നന്ദന്റെ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു. ഞാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നന്ദ സ്ഥലം വിട്ടു. നന്ദന് നന്നായിട്ടറിയാം എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന്. അതിന് പഴികേട്ടതൊക്കെ ഞാനാ. മോള് വിശ്രമിക്ക്. നാളത്തെ യാത്രയ്ക്കുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കാം. എനിക്ക് തോന്നുന്നില്ല സാറേ സേനമൊരാളി മോളെ തിരിച്ചയക്കുമെന്ന്. കൊലക്കുറ്റമാണെങ്കിൽ അറിയാതെ പറ്റിപ്പോയെന്നും പറഞ്ഞ് രക്ഷിച്ചെടുക്കാൻ നോക്കാം. ഇത് അങ്ങനെ ഒരു കേസാണോ? കള്ളക്കടത്തല്ലേ, അതും ഡോളർ കടത്ത്. ഓ എന്റെ ദൈവമേ, ഇനി എന്ത് പ്രതീക്ഷയല്ല മോളെ ഇങ്ങോട്ട് വിടുന്നത്? എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നെ അച്ചുകൂടി പോയതാ നേരിയൊരു ആശ്വാസം. അവളും ദിവ്യയും കൂടപ്പിറപ്പുകളെ പോലെയാ. അവൾ വിളിച്ചാൽ ദിവ്യ വരുമെന്നൊരു തോന്നല്ല. ഞാനാകെ തളർന്നടോ. ഇങ്ങനെ ഒരു ദുർവിധി എനിക്ക് വരുമെന്ന് കരുതിയതാണോ? സംഭവം ബാംഗ്ലൂരിലായതുകൊണ്ട് ബന്ധുക്കൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ വെച്ച് അവനെ പിടിച്ചിരുന്നെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റെന്ത് വഴിയാ എന്റെ മുമ്പിലുള്ളത്? സാറൊന്ന് സമാധാനമായിട്ടിരിക്കണം. സാറിന്റെ അഭിമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കില്ല. അത്ര നല്ലൊരു മനസ്സ് സാറിനുണ്ട്. ധൈര്യമായിട്ടിരിക്കും. സാറേ, സേന മുതലാളി വരുന്നുണ്ടതാ. സംഗതി ഇടങ്കേറായെന്നാ തോന്നുന്നത്. പിള്ളേര് ചെന്നത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ദാ വരുന്നു. ദിവ്യമോളും ഉണ്ട്. ഇനി എന്റെ മോളി വീട്ടിലേക്കില്ലാന്ന് ഉറപ്പിച്ചാ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ അച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് കേൾക്കാതിരിക്കാനാവില്ല. മോളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നതും അതുകൊണ്ട് തന്നെ സാറേ. എന്റെ അവസ്ഥ സേന മനസ്സിലാക്കണം. ഇനി എന്തിനാ മോളെ അമ്മ ഇതൊക്കെ സൂക്ഷിക്കുന്നത്?
എവിടെയായാലും ഇതൊക്കെ മോൾക്കുള്ളത്. എനിക്കറിയാം അമ്മയും മോളും മനസ്സിലാക്കുമെന്ന്. അമ്മയ്ക്ക് പറയാൻ കഴിയോ നീ എന്റെ മോളല്ലാന്ന്? അമ്മയുടെ നെഞ്ചിലെ പിടച്ചില് നിലയ്ക്കും വരെ നീ എന്റെ മോളായിരിക്കും. ചക്കി അമ്മക്കുട്ടിയുടെ സ്വന്തം മോള. ഒരു കാലത്ത് എന്റെ മോളതറിയും. അമ്മയ്ക്ക് പറയാനുള്ളത് പോലും നീ കേട്ടില്ലല്ലോ. തോൽപ്പിച്ചു കളഞ്ഞില്ലേ നീ എന്നെ? ഞാനാ ഇതുപോലൊരു കുരുക്കപ്പെട്ടെങ്കിൽ PPP അങ്കിൾ എന്ത് ചെയ്തേനെ? PPP വായിച്ചോണ്ടിരിക്കാനല്ലാതെ എനിക്കെന്തിനു കഴിയൂടാ മോനെ. മക്കളെ, ഇനി ഞാൻ എന്റെ സ്വത്തുക്കൾ കൈയടക്കി വെക്കുന്നില്ല. 3 ഷെയർ വയ്ക്കും. ഒന്നെനിക്കും പത്മത്തിനും. ബാക്കി 2 ഷെയർ നിങ്ങൾ മക്കൾക്ക് 2 പേർക്കും തരും. അച്ഛൻ കാരണം മക്കൾ പണം തേടിപ്പോയെന്ന് ഇനി ഒരിക്കലും പറയരുത്. അത് വേണ്ട അച്ഛൻ. അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയത് അച്ഛന്റെ പേരിൽ തന്നെ ഇരിക്കണം. ഇനി ഞാനോ പ്രതാപനോ അത് ചോദിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കും. അപ്പോഴാ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെന്ന് തലയുയർത്തി പറയാൻ പറ്റൂ. പൈതൃകമായി കിട്ടുന്നതെന്തും അടുത്ത തലമുറക്ക് കൈമാറാനുള്ളതാണ്. എങ്കിലേ ജീവിച്ചു പോയവരുടെ വിജയങ്ങൾക്ക് അർത്ഥമുള്ളൂ. മോനെ, ഒടുവിൽ ഞാൻ ജയിച്ചു മോനെ, ജയിച്ചു. മക്കളെ, എന്റെ പൊന്നു മക്കൾ, മോളെ, ഇന്നലെ രാത്രി ഇവൾ എന്റെ വീട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷമുള്ള കാര്യങ്ങൾ
മോളെ, ആ നിമിഷം വീട് വിട്ടിറങ്ങി പോകുന്നത് മോക്ക് മണ്ടത്തരായി തോന്നുന്നുണ്ടോ? അത് ശരിയായ ഒരു തീരുമാനമാണ് മോളെ. മകൾക്ക് വേണ്ടി ഒരമ്മ ഒരുക്കി ജീവിക്കുമ്പോ ആ മകൾക്കത് അവഗണിച്ചു കളയാനാവില്ല. എനിക്ക് നീ അല്ലാതെ ഈ ലോകത്ത് ആരാ ഉള്ളത്? നാളെ നമ്മൾ ഇവിടെ നിന്നും പോവുക. മനസ്സിനെ അലട്ടുന്നതൊന്നും എന്റെ മോൾക്കൊപ്പം ഉണ്ടാകാൻ പാടില്ല. ഈ രാത്രി അതൊക്കെ സംസാരിച്ച് തീർത്തിട്ട് വേണം നമുക്ക് പോവാൻ. എനിക്കൊന്നും മറക്കാനാവില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ ആ ഓർമ്മകളില്ല. ഞാൻ ഈ നാട്ടിലെത്തിയത് മുതൽ അറിയുന്നത് സംഗീതയും മോളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാ. പക്ഷെ നീ ഇവിടെ വന്നു കയറിയ നിമിഷം മുതൽ മോൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 19 വർഷം സംഗീത മോൾക്ക് ആരായിരുന്നു? നിന്നിൽ നിന്ന് എനിക്കത് അറിയണമെന്നുണ്ട്. ഞാൻ അവർക്ക് ആരുമല്ലെന്ന് അറിഞ്ഞിട്ടും എനിക്ക് വേണ്ടി മാത്രം അവര് ജീവിച്ചത്. അവരെനിക്ക് തന്ന സ്നേഹമാ എന്നെ പലപ്പോഴും അഹങ്കാരിയും ധിക്കാരിയും ഒക്കെ ആക്കിയത്. എന്റെ പിടിവാശികൾക്കും ആഗ്രഹങ്ങൾക്കും അവര് കൂട്ടുനിന്നു. ഞാൻ കഴിഞ്ഞിട്ട് ഭർത്താവ് പോലും അവർക്കുണ്ടായിരുന്നുള്ളൂ. ഒരമ്മയും മകളും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ലെന്നറിയാവുന്നവരൊക്കെ പറയുമ്പോ എന്റെ അമ്മ അതിലും സന്തോഷം കണ്ടെത്തി. അവർക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞിന്റെ കൂടി അമ്മയാകാമായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം അച്ഛയ്ക്കുണ്ടായിരുന്നു. പക്ഷെ എന്റെ അമ്മ അതിന് തയ്യാറായില്ല. അവർക്ക് എന്നോടുള്ള സ്നേഹം പങ്കിടാൻ പോലും അവരാഗ്രഹിച്ചിരുന്നില്ല. ഒരു കുഞ്ഞുകൂടിയായ ആ കുഞ്ഞിനെ മാത്രം അച്ഛൻ സ്നേഹിച്ചു പോകുന്ന അമ്മ അമ്മ എന്നെ തിരസ്കരിച്ചില്ലല്ലോ. ഒരുപാട് സന്തോഷം. വൈക വീണ്ടും വരണം. എനിക്കുള്ള അതേ സ്ഥാനം വൈകയ്ക്ക് അനുവിലുണ്ട്. രണ്ടമ്മമാര് നമ്മുടെ മോൾക്ക്. അമ്മ എന്നോട് പൊറുക്കണം. എനിക്ക് വേണ്ടത് മോൾ അനുഭവിക്കുന്ന ഈ സന്തോഷം മാത്രം. എന്റെ കൂടെ വന്ന മോൾക്കത് തരാൻ എനിക്ക് കഴിയില്ല. അമ്മ പോവാ. എന്റെ മോളെ കാണാനുള്ള മോഹം അടങ്ങാതെ വന്ന ഞാൻ ഓടി വരും. കഴിവതും അമ്മ ഒരു ശല്യാവാതെ നോക്കിക്കോളാം. എല്ലാ തെറ്റുകൾക്കും നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കാം മോനെ. വൈക ജീവിതത്തിൽ ഒരാളോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ
അത് മോനോട് മാത്രം. അതൊന്നും വേണ്ട. നിങ്ങളൊരു വലിയ സ്ത്രീയാ. സംഗീതാമ്മയ്ക്കുള്ള സ്ഥാനമാ ഇപ്പോ എന്റെ മനസ്സിൽ വൈകാമ്മയ്ക്കുള്ളത്. ഒരു വാക്കേ എനിക്ക് നിന്നെ പറ്റി പറയാനുള്ളൂ. നീ ഹീറോയാണ് മോനെ. ഞാൻ കണ്ട ജീവിതത്തിലെ ഏക ഹീറോ നീയാ, ഡോക്ടർ വിപിൻ വല്ലഭൻ. ആരാ വിളിക്കുന്നെന്ന് ഞാൻ പറയട്ടെ. ആരമ്മേ? നിന്റെ ഭർത്താവ്. ആ, വൈകിയെ പേടിച്ച് കടന്നുകളഞ്ഞ വിദ്വാനല്ലേ. ഇപ്പോ ഏടത്തിയമ്മയുടെ കോളി എന്ന് കാണും. തിരുമുറ്റത്തെ സുഭദ്രാമ്മയുടെ തോന്നലുകളൊന്നും പിഴയ്ക്കാറില്ല. നീ ആ ഫോൺ എടുത്ത് നോക്ക്. ഹലോ അമ്മ, അച്ഛ പോയിട്ട് എത്ര നാളായി. ഇനിയെങ്കിലും ഇങ്ങോട്ടൊന്ന് വാ അച്ഛേ. ദേ, അച്ഛ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് വരും. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാവേ. നന്ദേട്ടാ, ഇതെവിടെയാ നന്ദേട്ടാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.